നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണെന്ന് മോദിജി പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവുമല്ലോ രാജ്യസുരക്ഷ മോദിജിയുടെ കൈകളിൽ ഭദ്രമാണെന്ന്. അംബാനിജിക്ക് വിമാന ഫാക്ടറി തുടങ്ങാനുള്ള കരാർ കൊടുത്ത രേഖകളൊക്കെ പ്രതിരോധ വകുപ്പിൽ നിന്ന് ഏതോ കള്ളൻ പൊക്കിയത്രേ. എന്നിട്ടോ ആ കള്ളൻ ചില്ലറക്കാരനല്ല, പത്രക്കാർക്ക് ഈ രേഖകൾ അച്ചടിക്കാൻ കൊടുക്കുകയും ചെയ്തു. എന്തൊരു ദുഷ്ടതരമായി പോയി. മോദിജി മണിച്ചിത്രത്തായിട്ട് പൂട്ടി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പ്രതിരോധ വകുപ്പിലെ ഓഫീസിൽ നിന്നാണ് ഈ കള്ളക്കളിയുടെ രേഖകൾ ആ കള്ളൻ തട്ടിയെടുത്ത് കളഞ്ഞത്. 15 लाख रुपए का जो वायदा था, पैसा जो बैंक अकाउंट में आना था वो गायब हो गया। किसानों के बीमा का पैसा गायब हो गया। नोटबंदी और जीएसटी में कारोबार गायब हो गया। ढोकलाम गायब हो गया और राफेल की जो फाइलें हैं गायब हो गई। ഈ കള്ളന്മാർ ഇങ്ങനെ ചെയ്താൽ മോദിജി കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. നല്ല സുന്ദരമായി തള്ളു പറഞ്ഞ് ജീവിച്ചു പോവുകയായിരുന്നു. അപ്പോഴാണ് ആ ഹിന്ദു പത്രക്കാരൻ ഈ കള്ളൻ കട്ടുകൊണ്ടുപോയ രേഖകൾ പത്രത്തിലിട്ട് കളഞ്ഞത്. പേരിൽ ഹിന്ദു ഉണ്ടെന്നേ ഉള്ളൂ, മോദിജിയോട് ആ പത്രത്തിന് തീരെ സ്നേഹമില്ല. मगर जिसने 30,000 करोड़ रुपए का घोटाला किया है, जिसके बारे में फाइल में साफ लिखा है पैरेलल नेगोशिएशन हो रहा था, उनके बारे में कोई इन्वेस्टिगेशन नहीं होगा। बेसिक आइडिया है कि किसी चीज को भी मरोड़कर बदलकर नरेंद्र मोदी जी का बचाव करना है। कोई भी इंस्टीट्यूशन हो, ये गायब हो गए कागज, अगर ये कागज गायब हुए हैं तो ये कागज सच्चे हैं, ये झूठे तो नहीं है। आप ही एक्सेप्ट कर रहे हो, सही बात है ना? तो आप ही एक्सेप्ट कर रहे हो कि ये कागज सही है। कागज में साफ लिखा है नरेंद्र मोदी पैरेलल नेगोशिएशन कर रहा था। कागज में साफ लिखा है कि प्राइस बढ़ाई गई है, उसमें तो साफ लिखा है ना। उसमें जब आप पीएमओ यूज करते हैं, पीएमओ का मतलब क्या? पीएमओ का मतलब प्राइम मिनिस्टर्स ऑफिस, तो कार्रवाई तो होनी चाहिए। इट्स अ केस, ब्लेटेंट केस ऑफ करप्शन. It is written there clearly that the prime minister, PMO does not mean PMO. PMO means Prime Minister of India, Narendra Modi. അഴിമതിയൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ കേന്ദ്ര സർക്കാർ കോടതിയിൽ പോയതാണ്. അപ്പോൾ രേഖകളൊക്കെ എവിടെ എന്നായി കോടതി. രേഖകളൊക്കെ ഏറ്റവും സുരക്ഷിതമായ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷണം പോയി എന്ന് അറ്റോർണി ജനറൽ. മര്യാദയ്ക്ക് രേഖയും കൊണ്ട് ഈ കോടതിയിൽ വന്നാൽ മതിയെന്നായി കോടതി. അങ്ങനെ കോടതി കേന്ദ്ര സർക്കാരിനെ നിർത്തിപ്പൊരിച്ചു. ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയിൽ റഫാൽ കരാറിൽ അഴിമതി നടന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ കേന്ദ്രം പറയുന്നത് അങ്ങനൊരു അഴിമതിയേ നടന്നിട്ടില്ല എന്നാണ്. പക്ഷേ മോഷണം പോയ രേഖകളാണ് പത്രത്തിൽ വന്നതെന്ന് കേന്ദ്ര സർക്കാർ അറിയാതെ പറഞ്ഞും പോയി. അങ്ങനെ ആകെ കൂടി പെടുത്തിക്കളഞ്ഞു. അറ്റോർണി ജനറലിനെ കോടതിയിലിട്ട് ജഡ്ജിമാർ ഇട്ടു പൊരിച്ചു. എന്തുത്തരം പറഞ്ഞാലും അത് കേന്ദ്ര സർക്കാർ പുലിവാലി പിടിക്കുന്ന ഉത്തരമാകും. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചു കളഞ്ഞത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അത്ര എളുപ്പത്തിൽ അദാനിജിക്ക് വിമാനം പറത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 5 പൈസ മുതൽ മുടക്കില്ലാതെ അദാനിജി ലേലത്തിൽ പിടിച്ച വിമാനത്താവളത്തിൽ അങ്ങനെ ഇപ്പോൾ വിമാനം പറത്തണ്ട എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. മോദിജിയെപ്പോലെ നല്ലൊരു കൂട്ടുകാരനുണ്ടായാൽ എത്ര വിമാനത്താവളം വേണമെങ്കിലും ആർക്കും സ്വന്തമാക്കാം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിക്ക് കൈമാറുന്നതിന്റെ പിന്നിൽ വമ്പിച്ച കൊള്ളയും കുംഭകോളവും നടന്നിട്ടുണ്ട്. അദാനിക്ക് 1 ഉറുപ്പികയുടെ പോലും മുതൽ മുടക്കില്ലാതെയാണ് 30,000 കോടി രൂപ ആസ്തിയുള്ള ഈ വിമാനത്താവളം മോദിയും അദാനിയും കൂടി തട്ടിയെടുക്കുന്നത്. ഈ വിമാനത്താവളത്തിന്റെ ഒരു പ്രത്യേകത, കേരളം സൗജന്യമായി കൊടുത്ത സ്ഥലത്താണ്. 635 ഏക്കർ ഭൂമിയിലാണ് ഈ വിമാനത്താവളം സ്ഥാപിച്ചത്. ഈ വിമാനത്താവളം ലഭിക്കുമ്പോൾ യൂസേഴ്സ് ഫീ ഇനത്തിൽ മാത്രം കിട്ടുന്ന ലാഭം 10,700 കോടി രൂപയാണ്. യൂസർ ഫീ ഇനത്തിൽ മാത്രം 214 കോടി രൂപ അദാനിക്ക് ലാഭം കിട്ടുമെന്നർത്ഥം. വിമാനത്താവളം ലേലം ചെയ്ത് കൊടുക്കുമ്പോൾ വിമാനത്താവള നടത്തിപ്പിന് മുൻപരിചയം വേണമെന്നുള്ള നിർദ്ദേശമേ ഇല്ല. അങ്ങനെ ഒരു നിർദ്ദേശം വേണ്ടെന്ന് വെച്ചത് അദാനിയെ സഹായിക്കാനാണ്. ഇത് അദാനിക്ക് ഈ വിമാനത്താവളങ്ങൾ കൊടുക്കണം എന്ന് മുൻകൂട്ടി മോദി തീരുമാനിച്ചതിന്റെ ഭാഗമായി നടപ്പാക്കിയതാണ് ഈ ലേല നടപടികളിൽ നേരത്തെ ഉള്ളതിൽ മാറ്റം വരുത്തിയത്. വിമാനത്താവളം ലേലം വിളിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാർ നോക്കിയിട്ട് പറ്റിയില്ല. അദാനിജി അതിൻ്റെ ഇരട്ടി തുക വിളിച്ച് വിമാനത്താവളം തട്ടിയെടുത്തു. ഒരെണ്ണം മാത്രമല്ല, 6 എണ്ണം. മോദിജിക്ക് എന്തൊരു സ്നേഹം. 6 വിമാനത്താവളം ലേലത്തിന് വെച്ചപ്പോൾ 6ഉം എങ്ങനെ അദാനിക്ക് കിട്ടി? അതാണല്ലോ ഇതിനകത്തുള്ള ദുരൂഹത. 6 എണ്ണം ലേലത്തിന് വെക്കുന്നു, 6ഉം ഒരേയാക്കി തന്നെ കിട്ടും. അപ്പോൾ അതാണ് ലേല നടപടികൾ തന്നെ സുതാര്യമായിട്ടല്ല നടന്നത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് വൻ തുക അദാനിയിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കുംഭകോണമാണ്. 6 വിമാനത്താവളം ഒറ്റയടിക്ക് അദാനിജി എങ്ങനെ ലേലം വിളിച്ചെടുത്തു?
മറ്റുള്ളവർ ഇട്ട ലേലത്തുക വരെ അദാനിജിക്ക് ചോർത്തിക്കൊടുക്കാനുള്ള ടീംസ് വരെ മോദിജി സെറ്റ് ചെയ്തതാണോ? ബിഡിൽ പങ്കെടുക്കുന്ന ഓരോരോ ആളുകളും എത്രയാണെന്ന് കോട്ട് ചെയ്യാൻ എങ്ങനെയാണ് അദാനിക്ക് സാധിക്കുന്നത്? ഈ 6 സ്ഥലത്തും എങ്ങനെ വന്നു? അതിനകത്താണല്ലോ ദുരൂഹതയുള്ളത്. ഈ സംവിധാനം മുഴുവൻ അദാനിയുടെ കൈവശമാണ്. ഈ ബിഡ് ചെയ്യുന്നവരും സംവിധാനം മുമ്പ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഈ ചോദ്യം സ്വാഭാവികമാണ്. പക്ഷേ 6 എങ്ങനെ വന്നു? തിരുവനന്തപുരത്ത് ശരി, 6 എങ്ങനെയാണ് ഒരാൾക്ക് കിട്ടുന്നത്? അങ്ങനെ ഒരു ബിഡുണ്ടോ? CPIMന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? വാർത്തകളിൽ കേൾക്കുന്നവർ തന്നെയാണോ എന്ന് പത്രക്കാർക്ക് അറിയണം. അവർ തന്നെ വാർത്ത കൊടുത്തിട്ട് അവർ തന്നെ അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു അത്രേ. അത് ചിലരിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ആൾക്കാർ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചില വിവരങ്ങളൊക്കെ തരുന്നവർ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ല അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ നിങ്ങളെ കാണണ്ടേ? അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. അതൊക്കെ മാധ്യമങ്ങൾക്ക് നല്ല കഴിവില്ലേ? പണ്ട് കാലത്തെ പോലെയാണോ? എത്രയാ മാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ എത്രയാ, പത്രങ്ങൾ എത്രയാ? നിങ്ങൾ 100 ആളുകൾ വർക്ക് ചെയ്യല്ലേ? അപ്പോൾ 100 ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഒരു വിവരം കിട്ടിയാൽ നിങ്ങൾ കൈമാറില്ലേ? അപ്പോൾ അതിനൊരു സ്വീകാര്യത വരുത്താൻ നോക്കൂലേ? പക്ഷെ ചില ആളുകൾ ഈ പേര് കേട്ടിട്ട് എല്ലാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില പ്രശ്നം നിങ്ങൾ കൊടുത്ത കൂട്ടത്തിൽ കാണുന്നുണ്ട്. അവർ വിചാരിക്കും ശരിയാണെന്ന് വിചാരിക്കും. അപ്പോൾ തീരുമാനം അവരല്ലാതെ വരുമ്പോൾ അവർ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള ചില കുഴപ്പത്തിൽ ചില ആൾ ചാടിക്കാനും നിങ്ങളെ പരിപാടി സഹായിക്കും. പക്ഷെ ഒരു ഗുണമുണ്ട്, ആ പേര് കേൾക്കുന്ന ആൾക്കൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾ 2-3 ആളെ പേര് പറയുന്ന കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അത്രയാൾക്കൊരു സന്തോഷമല്ല, പരിഗണിച്ചു. പത്രവാർത്തകൾ പഴയ പോലെ ശല്യം മാത്രമല്ല, ചില ഉപകാരങ്ങൾ കൂടിയുണ്ട്. അത് കോടിയേരി പറയുമ്പോഴാണ് പത്രക്കാർക്ക് മനസ്സിലായത്. അത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി അത്തരം വാർത്തകൾ പത്രക്കാർ നിർത്തുമോ? കുറേ പേരുകൾ കേൾക്കുമ്പോൾ ആ പേര് പറയുന്ന ആൾ വിചാരിക്കുമല്ലോ, ആ പാർട്ടി എന്നെ പരിഗണിക്കുന്നുണ്ട്. ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഉണ്ടാവില്ല, നിങ്ങളാണ് അവരെ പരിഗണിച്ചത്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോഴല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സഖാവിനോട് വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഗണിച്ചു പോലും ഇല്ലല്ലോ. ഞാൻ ചോദിച്ചാൽ എന്താ? അല്ല, പത്രത്തിൽ കുറേ ആളെ പേര് വന്നിട്ടുണ്ടല്ലോ, അതിൽ എൻ്റെ പേര് കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പ്രതികരണം ഉണ്ടാക്കുന്ന അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ കൊണ്ട് ഗുണമുണ്ട്, ചിലർക്ക് ആശ്വാസവും കിട്ടുന്നുണ്ട്. ശരിയാക്കി തീരുമാനം വരുമ്പോൾ നിരാശയുണ്ടാവും. UDFന്റെ സീറ്റ് വിഭജന ചർച്ച എന്ന് പറഞ്ഞാൽ അതൊരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണല്ലോ. ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെങ്കിൽ എന്തെല്ലാം നോക്കണം? ആരുടെയൊക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കണം. അതിനെല്ലാം മുൻപ് മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ സീറ്റ് വീതം വെക്കണ്ടേ? അതാണ് ഏറ്റവും കടുപ്പം പിടിച്ച പരിപാടി. നല്ല രീതിയിൽ വീതം വെപ്പ് നടന്നേനെ. പിണങ്ങിപ്പോയ മാണിസാർ തിരികെ വന്നതാണ് ആകെ കുഴപ്പമായത്. അവിടെ ഒരു സീറ്റിനെ ചൊല്ലിയാണ് ഈ പൊല്ലാപ്പത്രി. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇന്ന് അവരുമായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അതുകൊണ്ട് ഇന്ന് അതോടൊപ്പം തന്നെ ഈ 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. UDFൽ ഒരു അഭിപ്രായ വ്യത്യാസവും നിലവിലില്ല. അല്ല ചെന്നിത്തലാജി, ഇത്ര ഒറ്റക്കെട്ടായിട്ടും എന്താണ് ഈ സീറ്റ് വിഭജനം ഇതുവരെയും നടത്താൻ കഴിയാത്തത്? ഇത്രയും ഒറ്റക്കെട്ട് വേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ കൂടുതൽ സീറ്റൊക്കെ ചോദിക്കുന്നത് ഒരു യാഥാർത്ഥ്യബോധമുള്ള കാര്യം തന്നെയാണ്. ഇടതുമുന്നണിയെ പോലെയല്ല, അവരിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ശരിയാണ്, ഇടതുമുന്നണിയിലെ പാർട്ടികൾ സീറ്റ് നേരത്തെ പ്രഖ്യാപിച്ചു കളഞ്ഞു. വല്ലാത്ത ചതിയായിപ്പോയി. ചെന്നിത്തലാജിയും കൂട്ടരും സീറ്റ് വിഭജിക്കാനായി ഇവിടെ ചക്രശ്വാസം വലിക്കുകയാണ്. അപ്പോഴാണ് ആ ഇടതുമുന്നണിക്കാർ നേരത്തെ സീറ്റ് പ്രഖ്യാപിച്ച് ചതിച്ചു കളഞ്ഞത്. അവരുടെ കക്ഷികളുമായിട്ടൊന്നും ചർച്ചയും ഉണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ ഓരോ CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM പ്രഖ്യാപിക്കാൻ പോകുന്നു. ഞങ്ങൾ അങ്ങനെയല്ല. അല്ല ചെന്നിത്തലാജി, എന്താണ് ഈ പറഞ്ഞു വരുന്നത്? തർക്കമില്ലാതെ ഇടതുമുന്നണിക്കാർ സീറ്റ് പ്രഖ്യാപിച്ചതായോ കുറ്റം? നിങ്ങൾ ചർച്ച ചെയ്തിട്ടും തല്ലുകൂടി അലമ്പുണ്ടാക്കിയിട്ടും സീറ്റ് വിഭജിക്കാൻ പറ്റാത്തതിന് അവരെന്ത് പിഴച്ചു? കോൺഗ്രസ് ഇന്നലെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തന്നെ മുന്നോട്ട് തെരഞ്ഞെടുപ്പ്. അല്ല ചെന്നിത്തലാജി, ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം ആ കേരള കോൺഗ്രസിലെ അടിയല്ലേ? അവർക്ക് 2 സീറ്റ് എന്ന ആശയം കൊടുത്തിട്ട് നിങ്ങൾ തമ്മിൽ തല്ലിച്ചതല്ലേ? അതിലൊന്ന് ഇടപെട്ടാൽ പ്രശ്നം തീരില്ലേ? അല്ല, അത്തരം കാര്യങ്ങൾ അവരുടെ കേരള കോൺഗ്രസിനാണ് സീറ്റ്. കേരള കോൺഗ്രസ് ആണ് മുന്നണിയിൽ. അവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അതിനകത്ത് ഞങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. യാതൊരു സാഹചര്യം ഓരോ പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ അവരവരല്ലേ തീരുമാനിക്കുന്നത്. അത് ഞങ്ങളല്ല. അതൊന്നും ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തീരുമാനം ഇവിടെ വെച്ച് പ്രഖ്യാപിച്ച പിന്നെ ചർച്ചയുണ്ടോ? ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ അടവുകളും സൂത്രങ്ങളുമാണ് ഈ പാർട്ടിക്കാർ പ്രയോഗിക്കുന്നത്? പക്ഷേ നമ്മുടെ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിജിക്ക് സീറ്റും വേണ്ട, മന്ത്രിയുമാകണ്ട. എന്തൊരു ത്യാഗസന്നദ്ധൻ! ഏതെങ്കിലും ഒരു സീറ്റിൽ തുഷാർജിയെ കൊണ്ട് മത്സരിപ്പിക്കാൻ പിറകെ നടക്കുകയാണത്രേ ആ അമിത്ഷാജി. ഇത്രയ്ക്ക് ഭയങ്കരനായിരുന്നു ഈ തുഷാർജി. ആകെ കൂടി ഒരു 4 സീറ്റ് BJP BDJSന് കൊടുത്താലായി. അതിലൊരെണ്ണം
തുഷാർ മത്സരിച്ചേ പറ്റൂ. മത്സരിച്ചിട്ട് എന്തിനാണാവും. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.